കേരളത്തെ പിടിച്ചു കുലുക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് പ്രത്യേക CBI കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ CPM ലോക്കൽ കമ്മിറ്റി മുൻ അംഗം എ പീതാംബരൻ അടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ നാളിൽ കണ്ടെത്തിയത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അതുപോലെ കൊലപാതകം നടന്ന കല്ലിയോട് നിന്ന് അരുൺ പാറയ്ക്കലും അതുപോലെ കാസർഗോഡ് സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും ചേരും. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. തീർച്ചയായിട്ടും ഈ പെരിയ ഇരട്ടക്കൊല എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷി മരവിച്ചു പോയൊരു സംഭവം തന്നെയാണ്. 2 ചെറുപ്പക്കാരാണ് കൊലക്കത്തിക്ക് ഇരയായത്. പറയൂ ശ്രീകാന്ത്, ഇന്ന് ശിക്ഷാവിധി വരികയാണ്. എന്തായാലും 14 പേർ കുറ്റക്കാരാണെന്നല്ലേ കണ്ടെത്തിയിരിക്കുന്ന കോടതി? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഡിസംബർ 28 കേരളത്തെ പിടിച്ചുകുലുക്കിയ ഈ കൊലപാതകത്തിൽ കോടതി പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം കോടതി ഈ കേസ് ഇന്നത്തേക്കാണ് ശിക്ഷ വിധിക്കുന്നതിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിൽ ആകെ 14 പ്രതികളെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ അടക്കം, പെരിയയിലെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ അടക്കമുള്ളവർ ഇതിൽ ഗൂഢാലോചനയും കൊലപാതകവും തെളിവ് നശിപ്പിക്കലും അടക്കമുള്ളവയിൽ കുറ്റക്കാരാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യത്തെ 1 മുതൽ 8 വരെ പ്രതികളാണ് അങ്ങനെ കുറ്റം ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ 10, 15 പ്രതികളും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളികളായി വരുമ്പോൾ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങളിന്മേലുള്ള ശിക്ഷ അവർ കൂടി അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ 10 പേർ ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കണം. അവർക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് എല്ലാവരും. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ, അതായത് ഡെത്ത് പെനാൽറ്റി തന്നെ ആവശ്യപ്പെടാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അവർ കഴിഞ്ഞ തവണയും പരമാവധി ശിക്ഷ എന്നതിൽ ഊന്നി നിൽക്കുകയാണ്. ഒപ്പം ഈ മരിച്ച ചെറുപ്പക്കാരുടെ മാതാപിതാക്കൾ അവരാവശ്യപ്പെടുന്നതും ഡെത്ത് പെനാൽറ്റി തന്നെയാണ്. അക്കാര്യത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കും അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രണ്ടാമത്തേത് KV കുഞ്ഞിരാമൻ, ഉദുമ മുൻ MLA അടക്കമുള്ള ആളുകളാണ്. 14, 20, 21, 22 പ്രതികളാണ്. അവർ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പ്രതികളെ മോചിപ്പിച്ചു എന്നുള്ളതാണ് അവർക്കെതിരായ കുറ്റം. അത് അത്ര സീരിയസ് ഒഫൻസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. പരമാവധി 6 മാസം മുതൽ 2 വർഷം വരെയാണ് അതിനുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അവർക്ക് ജയിലിൽ കിടക്കാതെ തന്നെ ഈ കേസിൽ അപ്പീൽ പോകാനുള്ള സാധ്യത തെളിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ജാമ്യമെടുക്കാം. ജാമ്യമെടുത്ത പുറത്ത് നിന്ന് മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ ഈ വാദിഭാഗം കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ ബന്ധുക്കൾ വലിയ അതൃപ്തരാണ് ആ വിധിയിൽ. അവർ അന്ന് തന്നെ ആ അതൃപ്തി പറയുകയും ചെയ്തിരുന്നു. അവർക്കും പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. പക്ഷേ ഈ വകുപ്പിൽ എന്തായാലും 225 IPC എന്തായാലും കടുത്ത ശിക്ഷ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. മേൽക്കോടതിയിൽ അപ്പീൽ പോകും എന്നവർ അന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികൾ തങ്ങളുടെ ശിക്ഷ കുറച്ച് കിട്ടുന്നതിന് കോടതിയിൽ ചില വാദമുഖങ്ങളൊക്കെ നടത്തി. അത് രസകരമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി നടു റോഡിലിട്ട് വെട്ടിയെരിഞ്ഞ പ്രതികൾ കോടതിയിൽ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത് എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറൊരാൾ പറഞ്ഞത് കുടുംബത്തെ കണ്ടിട്ട് കുറേ നാളായി അവരെ കാണാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞാൻ ഈ കേസിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഞാൻ ഈ കേസിലെ പ്രതി പോലുമല്ല, എന്നെ തെറ്റായി ഇതിലേക്ക് ഉൾപ്പെടുത്തിയതാണ്, ഇതിലും ഭേദം ഇനി ജീവിച്ചിരിക്കുന്നതിലും കാര്യമൊന്നുമില്ല, എന്നെ അങ്ങ് തൂക്കിക്കൊന്നോളൂ എന്നാണ് 15-ാം പ്രതി കോടതിയിൽ പറയുകയുണ്ടായത്. അങ്ങനെ ഇത്തരത്തിൽ കൗതുകകരമായ കാഴ്ചകൾക്കും നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു. കോടതിയെ സ്വാധീനിക്കാൻ ഇവരുടെ ഈ പ്രാരാബ്ദം പറച്ചിലുകൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഇന്നറിയാം. 11 മണിയോടുകൂടി N ശേഷാദ്രിനാഥൻ ജഡ്ജാണ്. അദ്ദേഹം ഈ കേസിൽ ശിക്ഷ വിധിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. യഥാർത്ഥത്തിൽ ഈ 10 പ്രതികൾക്കെങ്കിലും വധശിക്ഷ കിട്ടാനുള്ള കുറ്റമാണ് ഇന്ത്യയിലെ നിയമപ്രകാരമുള്ളത്. പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കണമെന്നാണ് കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ 24നോട് പറഞ്ഞത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് തങ്ങൾക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് ഈ കേസിൽ കോടതിയുടെ കണ്ടെത്തതെന്നും CK ശ്രീധരൻ കുടുംബത്തെ വഞ്ചിച്ചെന്നും കൃപേഷിൻ്റെ പിതാവ് 24നോട് തുറന്നു. 14 പേർക്കും നല്ല ശിക്ഷ കിട്ടണമെന്നതിൻ്റെ പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ കുടുംബം ഇന്ന് നിൽക്കുന്നില്ലത്. ഈ നേതാക്കന്മാരെ ഒഴിവാക്കാൻ പറ്റിയാണ് CK ശ്രീധരനെ ഇവർ വക്കീലായി വെച്ചതും. അതുകൊണ്ട് CK ശ്രീധരൻ വന്നിട്ടും ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് പാർട്ടിക്കും
മുഖ്യമന്ത്രിക്ക് അടക്കം മുഖത്ത് കിട്ടിയൊരു തിരിച്ചടിയാണ്. പറയുകയാണെന്ന് വെച്ചാൽ ഇയാൾ വിലക്കെടുക്കുകയാണ് ചെയ്തത്. ശ്രീധരൻ വക്കീലിനെ അവർ വിലക്കെടുക്കുക എന്ന് വെച്ചാൽ ഇയാൾ ഇവിടുത്തെ നല്ല ജില്ലയിലത്തെ വലിയ വക്കീലാണ്, അതുകൊണ്ട് പാർട്ടിയുടെ വക്കീലാണ്. അവരെ വിലക്കെടുത്തുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളെ ഈ പ്രതികളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പിക വാഗ്ദാനം ചെയ്തിട്ടാണ് ഇയാളെ തിരിച്ച് മറികടന്ന് ചാടിച്ച് ഇയാളെ കൊണ്ട് ഏറ്റെടുത്തത്. പക്ഷേ ഏറ്റെടുത്തിനെ കൊണ്ടും ഇയാൾ എത്ര കോടിക്കണക്കിന് പൈസ വാങ്ങിയിട്ട് കോടതിയിൽ കയറിയിട്ട് ഇയാൾ പരാജയപ്പെട്ടാണ് ചെയ്തത്. ഞങ്ങൾ കുടുംബവും ഞങ്ങൾക്ക് വണ്ടി ബാധിച്ച് എന്ന വക്കീൽമാരാണ് ഇപ്പോൾ വിജയം നേടിയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ പ്രതികളൊക്കെ ഈ പ്രതിക്കൂട്ടിൽ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ട്. പ്രതികൾക്ക് കനത്ത ശിക്ഷ കൊടുക്കണമെന്ന് കൃപേഷിന്റെ അമ്മ ബാലാമണിയും പറയുന്നു. ശിക്ഷ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കോടതി കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. എല്ലാവരും കണ്ടെത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ട് കിട്ടും. തൻ്റെ ശിക്ഷ കൊടുക്കണം തന്നെ ഇല്ലത്. അത് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ നോക്കിയിട്ട് അതിന് മുമ്പോട്ട് പോകും തന്നെ പ്രതീക്ഷ പോവും. കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണാടിയിലൂടെ മാത്രം കാര്യങ്ങൾ കാണുകയും എതിരാളികളെ കൊലക്കത്തിക്കിരയാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് അറുതി വരേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പുതിയ തലമുറയ്ക്കൊന്നും ഇത്തരം കൊലപാതകങ്ങളിലോ ചോര ചിന്തതിലോ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പല പുതിയ ആളുകളും ഈ കക്ഷി രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകാൻ തന്നെ മടിക്കുന്നത്. കല്യോട്ടാണ് ഈ ഇരട്ട കൊലപാതകം അരങ്ങേറിയത്. ഇപ്പോഴും രക്തം തുടിച്ചു കിടക്കുന്ന ഈ കല്യോട്ട് നമ്മുടെ പ്രതിനിധി അരുൺ പാറയ്ക്കലുണ്ട്. അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ഈ പ്രതികളൊന്നും മാപ്പർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റം. ജീവിച്ചു തുടങ്ങിയ 2 ചെറുപ്പക്കാരെയാണ് അവർ കത്തി കയറ്റി കൊന്നത്. പറയൂ അരുൺ. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ, ഞാൻ ഈ കേസിൻ്റെ നാൾവഴിയുമായി ഒന്ന് പരിശോധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2019 ഫെബ്രുവരി 17 അത് കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട ഉത്സവത്തെ സംഘാടക സമിതി യോഗം നടക്കുകയാണ്. അന്ന് വൈകിട്ട് ഈ സംഘാടക സമിതി യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൃപേഷും ശരത് ലാലും വീട്ടിലേക്ക് പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ കൃപേഷിൻ്റെ ഉറ്റ സുഹൃത്തായ രഞ്ജിത്താണ് അന്ന് ഈ ശരത് ലാലും കൃപേഷും വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് മറ്റ് പ്രതികൾക്ക്, പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വിവരം നൽകിയത്. ഇതൊക്കെ അവർ പരസ്പരം അറിയുന്ന ആളുകൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയതും ഈ 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയതും. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ട് അങ്ങാടിയിലാണ്. കല്യോട്ട് അങ്ങാടിയിലെ ഈ വഴിയാണ്, നമുക്ക് മുന്നിൽ കാണുന്ന ഈ റോഡാണ് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ഒക്കെ വീട്ടിലേക്കുള്ള റോഡ്. സ്മൃതി മണ്ഡപവുമൊക്കെ ഈ വഴിയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെ മാത്രം വെച്ചാണ് ഈ കൊലപാതകമൊക്കെ ഉണ്ടായത്. എന്തായാലും പോലീസ് ഈ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 2 ഡിവൈഎസ്പിമാരാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. SP നേരിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ബേക്കൽ ഡിവൈഎസ്പിയും SMS ഡിവൈഎസ്പിയുമാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. 100-ലധികം പോലീസുകാരെ ഈ കല്യോട്ടങ്ങാടിയിൽ മാത്രം സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഈ കല്യോട്ടങ്ങാടിയിൽ നിരീക്ഷണ ക്യാമറകൾ പോലീസ് നേരത്തെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പോലീസ് വച്ചു പുലർത്തുന്നുണ്ട്. നാളെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മഹിളാ സാഹസ് യാത്ര അത് തുടങ്ങുകയാണ്. ചെർക്കളയിൽ വെച്ചാണ് തുടങ്ങുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു ജാഗ്രത പോലീസും വെച്ചു പുലർത്തുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ സർവകക്ഷി യോഗം, അതായത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ ഒന്നിച്ചിരുത്തി പോലീസ് ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ഇന്നിപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളോ മറ്റ് പ്രകടനങ്ങളൊന്നും തന്നെ വേണ്ട എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം കോൺഗ്രസ് പ്രകടനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. SK അരുൺ പൂപ്പറമ്പയാണ് നമുക്കൊപ്പം കല്യൂട്ട് നിന്ന് ചേർന്നത്. അരുൺ പാറയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി അരുൺ പൂപ്പറമ്പ് കൂടി ചേരുകയാണ്. ഈ പെരിയ ഇരട്ടക്കൊലക്കേസിലെ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിന് സമീപം നിന്നാണ് അരുൺ പൂപ്പറമ്പ് ചേരുന്നത്. അരുൺ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ മനസാക്ഷിക്ക് ഷോക്കേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു പെരിയയിലെ ഇരട്ടക്കൊല. ഈ കൊലപാതകം നമ്മെ പിന്നെയും ഓർപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് സ്മൃതി മണ്ഡപം. എത്രയോ പേരുടെ കണ്ണുനീർ ഈ കൊലപാതകത്തിന് പിന്നാലെ വീണ് കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കൊലപാതകം നടത്തുന്ന ആളുകളെ സമൂഹം ബഹിഷ്കരിക്കുമെന്നൊരു തോന്നൽ ഇവർക്കൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇവരെയൊക്കെ തന്നെ ഈ സംസ്കാരം എന്നേക്കുമായി അവസാനിപ്പിക്കൂ. പറയൂ, ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ ഓർമ്മകൾ പെയ്യുന്ന ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിൽ? SKN ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികൾക്കെതിരെ പരമാവധി ശിക്ഷ ലഭിക്കണം എന്നതാണ് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബം ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ
SKN സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള ഒരു സന്ദേശമായി ഈ കേസിലെ ശിക്ഷാവിധി മാറുമെന്ന പ്രതീക്ഷ ഈ കല്യോട്ടിലെ നാട്ടുകാർക്കുണ്ട്. അവർക്ക് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു ഈ കൊലപാതകം നടന്നിട്ട്. 2019 ഫെബ്രുവരി 17 ഈ നാടിനെ നടുക്കിയ ഈ ഇരട്ട കൊലപാതകം അരങ്ങേറിയത്. ഈ നാട്ടിലെ 2 സാമൂഹിക ഇടങ്ങളിലെല്ലാം സജീവമായ 2 ചെറുപ്പക്കാർ, ശരത്ലാല് വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി സംഘടനാ രംഗത്തൂടെയൊക്കെ കടന്നു വന്ന ചെറുപ്പക്കാർ ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളും, നേരത്തെ അരുൺ പാറക്കൽ സൂചിപ്പിച്ചതുപോലെ ആ കൊലപാതകം നടക്കുന്ന വേളയിൽ ഇവിടെ കളിയാട്ടം നടക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കൊലപാതകം നടന്നത്. കൃപേഷ് ആണെങ്കിൽ നന്നായി ഫുട്ബോൾ കളിക്കും, ചെണ്ട കൊട്ടും. അങ്ങനെയൊക്കെ ഈ നാട്ടുകാർക്ക് വളരെ സുപരിചിതരായിട്ടുള്ള 2 ചെറുപ്പക്കാരുടെ ജീവനാണ് രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിൽ എടുത്തത്. അതിൻ്റെ നടുക്കം ഇന്നാട്ടുകാർക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കണം. ഇതൊരു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള, ഇത്ര നിഷ്ഠൂരമായ കൊലപാതകങ്ങൾക്കെതിരെയുള്ള ഒരു സന്ദേശമായി ഈ കേസിലെ ശിക്ഷാവിധി മാറണം എന്ന് ഈ കല്യോട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിലെ ശിക്ഷാവിധി എന്തായാലും ഇതിൽ നിയമ പോരാട്ടം തുടരുമെന്ന് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബങ്ങൾ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ 10 പ്രതികളെ വെറുതെ വിട്ടത് മാത്രമല്ല, അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും. അതോടൊപ്പം തന്നെ അവർ ആദ്യഘട്ടം മുതൽ ആരോപിച്ചത് ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. CPMൻ്റെ ഉന്നതരായിട്ടുള്ള ജില്ലയിലെ നേതാക്കൾ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KV കുഞ്ഞിരാമൻ, നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള K മണികണ്ഠൻ, മുൻ ലോക്കൽ സെക്രട്ടറിമാരായിട്ടുള്ള രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല. അവർക്കെതിരെ തെളിഞ്ഞത് ഈ പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കുറ്റം മാത്രമാണ് തെളിഞ്ഞത്. അതല്ല ഗൂഢാലോചന അവർ അതിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടി മേൽക്കോടതിയെ സമീപിക്കും, നിയമ പോരാട്ടം തുടരും എന്ന് ആ കുടുംബങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ SKN 6 വർഷത്തെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു നിയമ പോരാട്ടമായിരുന്നു ആ കുടുംബങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാർ പോലും ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി വരെ പോയി അതിനെ എതിർത്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദൈർഘ്യമേറിയ പ്രയാസമേറിയ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതീക്ഷയേറിയ ആ ശിക്ഷാവിധി ഇന്ന് വരികയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് കുടുംബവും അതോടൊപ്പം തന്നെ ഈ നാടും അതിനെ കാത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ഈ പെരിയ ഇരട്ടക്കൊലക്കേസിലെ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് മുന്നിൽ നമുക്കൊപ്പം ചേർന്ന്